ശരീരത്തിൽ നിന്ന് എങ്ങനെ മെഷർമെൻ്റ് എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഡമ്മിയിൽ നിന്നാണ് അളവെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഇതിൻ്റെ ലെങ്ത്താണ്, ഷോൾഡർ മുതൽ താഴെ വരെയുള്ള ലെങ്ത്ത്. അപ്പോൾ ഇതുണ്ട്, ശരീരത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വേണം എടുക്കാൻ. ആ സെൻറ്ററിലൂടെ, ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വേണം ലെങ്ത്ത് എടുക്കാൻ. ഇനി അത് അങ്ങനെ ശരീരത്തോട് ചേർത്ത് വെക്കാതെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളൊരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ മാറ്റമുണ്ടാവും. ഇങ്ങനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിൻ്റെ ഭാഗത്ത് ശരീരത്തോട് കണ്ടോ ഇതുപോലെ ചേർത്ത് വയ്ക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അളവിൽ വ്യത്യാസം വരും. ഇനി ഇതാ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ സൈഡിലൂടെ നമ്മൾ ഇങ്ങനെയാണ് അളവെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചോളം മിനിമം വ്യത്യാസം ഉണ്ടാവും ആ ഭാഗത്ത്. അപ്പോൾ ലെങ്ത്ത് എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇനി കഴുത്താണ് എടുക്കുന്നത്, നെക്ക് ഇതേപോലെ ആ ഷോൾഡറിൻ്റെ സൈഡിൽ, ഷോൾഡർ മുതൽ കറക്റ്റാക്കി പിടിക്കുക. ആ പോയിൻ്റ് കറക്റ്റാക്കി പിടിച്ചു കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ഇവിടെ ആ അടിഭാഗത്ത് കറക്റ്റ് ചെയ്യുക. ഇതിപ്പോൾ ഒരു 4.5 ഇഞ്ചൊക്കെ ഉള്ള ഒരു ബോട്ട് നെക്ക് പോലെയുള്ളതാണ്. ഇനി എന്ത് ചെയ്യണം, അടുത്തത് നമ്മൾ ചെസ്റ്റാണ് അളവെടുക്കുന്നത്. ഇത് ബ്രസ്റ്റ് പോയിൻ്റ് അല്ല കേട്ടോ, ബസ്റ്റല്ല, ചെസ്റ്റാണ് എടുക്കുന്നത്. അതായത് കക്ഷത്തിൻ്റെ ഭാഗം അത്രത്തോളം വണ്ണം ഉണ്ടാവില്ല, അതിനേക്കാളും ചെസ്റ്റ് കൂടുതലുണ്ടാവുക. അതുകൊണ്ടോ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ അളവ് കറക്റ്റ് ആ ചെസ്റ്റിന് മുകളിലൂടെ നമ്മളെടുക്കുക, കറക്റ്റ്. അതാണ് ചെസ്റ്റ്. ഇനി അടുത്തത് ഇവിടെ ഷേപ്പ്, വേസ്റ്റ് എന്നും പറയും. ഇവിടെയാണ് വേസ്റ്റ് എടുക്കേണ്ടത്, ഏറ്റവും കുറഞ്ഞ ഭാഗം കേട്ടോ. അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് സൈഡിലെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് വേണം, സൈഡ് സ്ലിറ്റിൻ്റെ ആ വിഡ്ത്ത് വേണം. അപ്പോൾ നമ്മൾ സൈഡ് സ്ലിറ്റ് എടുക്കുമ്പോൾ താഴത്തുനിന്ന് ഇത്ര ഭാഗം എന്ന് ഒരിക്കലും എടുക്കരുത്. അത് നമ്മൾ ലെങ്ത്ത് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ വ്യത്യാസം വരും. മുകളിൽ നിന്ന് ഇതുപോലെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് എവിടെ മുതലാണ് സ്ലിറ്റ് തുടങ്ങേണ്ടത് അതുവരെ കറക്റ്റാക്കി പിടിക്കുക അതുപോലെ. എന്നിട്ട് അവിടുത്തെ വിഡ്ത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഫ്ലെയറുള്ള ടോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിഡ്ത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ, സൈഡ് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹിപ്പ് എന്നും പറയും. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇതുപോലെ വലിച്ച് അളവെടുക്കുക. ഇനി അത് സൈഡ് സ്ലിറ്റ് ഇല്ലാത്ത ചുരിദാറാണ്, ടോപ്പാണ് അവരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യുക, റൗണ്ടിൽ പിടിക്കുക, കറക്റ്റ് റൗണ്ടിൽ. അത് ആ ഭാഗം തന്നെ അല്ലേ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ടാപ്പ് ഇറങ്ങിപ്പോവുകയോ കയറിപ്പോവുകയൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള വ്യത്യാസങ്ങൾ വരും കേട്ടോ. അപ്പോൾ അത് അവിടെ തന്നെ അല്ലേ എന്നുള്ളത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണേ. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു റൗണ്ടിൽ മെഷർമെൻ്റ് എടുക്കുക. എന്നിട്ട് അവർക്ക് ആ ഒരു ലൂസാണോ ടൈറ്റാണോ എങ്ങനെയാണോ വേണ്ടി വെച്ചാൽ ഒരു 2-3 ഇഞ്ച് ലൂസ് നമ്മൾ കൂട്ടിക്കൊടുക്കുക ചെയ്യുക വൺ സൈഡിൽ. അപ്പോൾ ഇങ്ങനെയാണ് സ്ലിറ്റിൻ്റെ മെഷർമെൻ്റ് എടുക്കൽ. ഇനി നമുക്ക് വേണ്ടത് താഴത്തെ അളവ് വേണം. താഴത്തെ ബോട്ടത്തിൻ്റെ ഫ്ലെയർ എന്ന് പറയും, ഏറ്റവും അടിഭാഗത്തെ അളവ് വേണം. അപ്പോൾ ഇത് സൈഡ് സ്ലിറ്റ് ഇല്ലാത്ത ഫ്ലെയറുള്ള ടോപ്പാണ്. അപ്പോൾ ഇതിന് സ്ലിറ്റ് ഉള്ളതിന് എന്ത് ചെയ്യുക, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് വലിച്ച് പിടിച്ച് കണ്ടോ ഇതുപോലെ എടുക്കുക. അപ്പോൾ നമുക്ക് താഴത്തെ അളവും കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടത് ഇനി കയ്യിൻ്റെ അളവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ കസ്റ്റമർ എവിടെയാണോ കൂട്ടാൻ പറഞ്ഞിട്ടുള്ളത്, എവിടെയാണോ കുറയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാവണം കേട്ടോ നമ്മൾ ആ ഒരു മെഷർമെൻ്റ് എടുക്കുന്നത്. ഇപ്പോൾ കയ്യിനാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ ഇറങ്ങിയിട്ടുണ്ടോ നോക്കുക, അല്ലെങ്കിൽ ഷോൾഡർ കയറിയിട്ടുണ്ടോ നോക്കുക. എന്നിട്ട് കറക്റ്റാക്കി അവിടെ നിന്നാണ് പിടിക്കുന്നത്, അവിടെ നിന്ന് പിടിച്ച് ഇതുകൊണ്ടോ കൈ വലിച്ച് എൻഡ് വരെ എടുക്കണം. ആ എൻഡ് വരെ എടുത്തതിന് ശേഷം ഇതുപോലെ കയ്യിൻ്റെ സ്ലീവ് എന്നാണ് കയ്യിന് നമ്മൾ പറയുക ശരിക്കും. അപ്പോൾ സ്ലീവ് റൗണ്ട്, ഏറ്റവും അടിഭാഗം എത്രയാണോ നമുക്ക് വണ്ണം വേണ്ടത് അതുപോലെ അവിടെ ഇതേപോലെ നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഇത്ര പോരെ, ഇതിൽ കൂട്ടണോ, കറക്റ്റ് അല്ലേന്ന് ചോദിക്കുക. അപ്പോൾ അവർ തന്നെ പറയും, അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക എന്താണെന്നുള്ളത്. നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ടല്ലോ. ചിലർ ലൂസിൽ ഇടുന്നതാക്കാരം കൈയൊക്കെ, ചിലത് കറക്റ്റായിട്ട് ഇടും. അപ്പോൾ ഇതുപോലെ കൈയിൻ്റെ മുകൾ ഭാഗത്തെ അളവും ഇതുപോലെ എടുക്കുക. ആ കഷക്കുഴിയുടെ അവിടുന്ന് നേരെ നമ്മൾ ആ റികാളൊക്കെ വെട്ടിയിട്ട് ആ ഷേപ്പിൻ്റെ അവിടുന്ന് നേരെ പിടിക്കുക, കറക്റ്റ് റൗണ്ടാക്കിയിട്ട് പിടിക്കുക. അപ്പോൾ ഈ ടോപ്പിൻ്റെ
ഈ തുണി വലിച്ചു പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ മതി. അതല്ല കറക്റ്റ് കൈയിനോട് ചേർത്ത് പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചൊക്കെ ലൂസ് കൂട്ടണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കൈയിൻ്റെ റിഗാള് ആം ഹോള് ഇവിടുന്ന് ഇതുപോലെ തന്നെ എടുക്കുക. ആ സ്റ്റിച്ച് വന്നിട്ടുണ്ടാവും, ആ സ്റ്റിച്ചിലൂടെ തന്നെ ഇതുപോലെ കണ്ടോ ക്രോസിലായിട്ട് കറക്റ്റായിട്ട് പിടിക്കുക. നമ്മൾ ലൂസിലാണ് പിടിക്കണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ